നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമർ 4ലെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ ടാലി പ്രൈമർ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. കുറച്ചായി വന്നിട്ട് 2 മാസത്തോളമായി ടാലി പ്രൈമർ 4 ബീറ്റ വേർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ ടാലി പ്രൈമർ 3.01നെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ടാലി പ്രൈമർ 4ൽ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടാവില്ല. നമുക്ക് എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഒരെണ്ണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. ഇത് ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ. അതേപോലെ ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്, നമ്മളിപ്പോൾ 20K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ടോട് മാത്രമാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്താൽ മതി. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. ഇനി ഒരു ഐഡിയും കൂടി ഉണ്ട്, shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഇതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു 10-12 കൊല്ലത്തോളം ഒരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അക്കൗണ്ടിങ് ആൻഡ് ടാലി ഞാൻ പഠിപ്പിച്ച് വരുമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് എനിക്ക് ഈ ക്ലാസ് എടുക്കാനുള്ള ഒരു ഇൻസ്പിരേഷൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ടാലി പ്രൈമർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് F1 ഹെൽപ്പിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എബൌട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടാലി പ്രൈമർ, ഇവിടെ 4 ബീറ്റ വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ 4ലാണ് നമ്മൾ നിൽക്കുന്നത്. ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ്ബോർഡാണ്. ഒരു ഇഫക്റ്റീവ് ഡാഷ്ബോർഡ് തന്നെയാണ് ഇതിലുള്ളത്. നമുക്ക് ഈ ഡാഷ്ബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാതും ഓരോ ടൈലുകളായിട്ടാണ് നമുക്ക് കാണിക്കുക. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. സെയിൽസ്, പർച്ചേസ്, ക്യാഷ് ഇൻഫ്ലോ, ട്രേഡിംഗ് ഡീറ്റെയിൽസ്, അസറ്റ്, ലയബിലിറ്റി, അക്കൗണ്ടിങ് റേഷ്യോസ്, ഇതെല്ലാം നമ്മൾക്ക് ഓരോ ടൈലുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതൊരു അട്രാക്റ്റീവ് ഫീച്ചർ തന്നെയാണ്. ബാക്കി ഏതൊരു സോഫ്റ്റ്വെയറിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും ഇഫക്റ്റീവ് ആയിട്ടൊരു ഓപ്ഷൻ വേറെ ഇതിലില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും ഇഫക്റ്റീവ് ആയിട്ടൊരു ഓപ്ഷനാണ് നമ്മൾക്ക് ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഡാഷ്ബോർഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്. അതേപോലെ അടുത്തൊരു ഫീച്ചറാണ് നമുക്ക് ഡാറ്റകളെല്ലാം നമ്മൾക്ക് എക്സലിൽ നിന്ന് നമുക്ക് ടാലിയിലേക്ക് നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ടാലിയിലാണെങ്കിൽ നമുക്ക് ടാലിയിൽ നിന്ന് എക്സലിലേക്കാണ് നമുക്ക് ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് എക്സലിൽ നിന്ന് നമുക്ക് ടാലിയിലേക്ക് നമുക്ക് ഡാറ്റകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഫീച്ചറാണ് പറഞ്ഞാൽ നമുക്ക് വാട്സപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ബില്ല് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് വാട്സപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഡാഷ്ബോർഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ബാക്കിയെല്ലാം എന്താണ് ഫീച്ചർ എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ഫീച്ചറുകളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഡാറ്റകൾ ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് മുകളിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇമ്പോർട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് മാനേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാനേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ എക്സൽ ഫയൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ സാമ്പിൾ എക്സൽ ഫയൽ കിട്ടണമെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഡാറ്റകൾ നമുക്ക് മാപ്പിംഗ് ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് സാമ്പിൾ എക്സൽ ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കും മാസ്റ്റേഴ്സ് ആണോ വേണ്ടത്, ട്രാൻസാക്ഷൻസ് ആണോ വേണ്ടത്. അപ്പോൾ മാസ്റ്റേഴ്സ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് എടുക്കാം. നമുക്ക് ട്രാൻസാക്ഷൻസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻസിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ടിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് യെസ് കൊടുക്കും.
അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാമ്പിൾ ടെംപ്ലേറ്റ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. വൗച്ചർ ഡേറ്റ്, വൗച്ചർ ടൈപ്പ് നെയിം, വൗച്ചർ നമ്പർ, ബയർ ഓർ സപ്ലയർ അഡ്രസ്സ്, ബയർ ഓർ സപ്ലയർ പിൻകോഡ്, ലെഡ്ജർ നെയിം, ഇങ്ങനെയുള്ള എല്ലാതും വന്ന് കിടക്കും. ഇവിടെ നമുക്ക് താഴത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ടിങ് വൗച്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതേപോലെ അക്കൗണ്ടിങ് വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏതൊക്കെയാണ് വേണ്ടത് നമുക്കിവിടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. വൗച്ചർ ടൈപ്പ് നെയിം വേണോ, വൗച്ചർ ഡേറ്റ് വേണോ, വൗച്ചർ നമ്പർ വേണോ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്കിവിടെ കൊടുക്കാം. അതേപോലെ അപ്ലിക്കബിൾ കൺട്രീസ്, നമുക്കിപ്പോൾ എല്ലാ കൺട്രീസും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അല്ല നമുക്കിപ്പോൾ ഇന്ത്യ മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ ആക്കിയിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അക്കൗണ്ടിങ് വൗച്ചറിൻ്റെ അവിടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതിൽ ഏതൊക്കെ വേണ്ടത് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ നമുക്കത് റീഡ് ഓൺലി ആയിട്ടാണ് നമുക്ക്, അപ്പോൾ റീഡ് മീ ഇതിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടാലിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബില്ലോ എന്തെങ്കിലുമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വാട്സപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഷെയറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഷെയറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാനേജ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നമ്മൾ മാനേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണിക്കും വാട്സപ്പ് നമ്പർ, അതേപോലെ തന്നെ സൈൻ അപ്പ് ഫോർ വാട്സപ്പ് ബിസിനസ്. അപ്പോൾ ഇത് നമുക്ക് വാട്സപ്പ് ബിസിനസ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ അതിൽ സൈൻ അപ്പും ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് വാട്സപ്പ് നമ്പർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റർ വാട്സപ്പ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്പറൊക്കെ കൊടുക്കാം. രജിസ്റ്റേർഡ് ബിസിനസ് വാട്സപ്പ് നമ്പർ, അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസ് നെയിം, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബില്ലാണോ ഏത് ഡാറ്റയാണോ അടിക്കേണ്ടത്, ഏത് ബില്ലാണോ നമ്മൾക്ക് കസ്റ്റമർക്ക് കൊടുക്കേണ്ടത്, അപ്പോൾ ആ വാട്സപ്പ് നമ്പറിലേക്ക്, അതായത് ഇവിടെ നമ്മുടെ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇവിടെ ബിസിനസ് നെയിം, അതേപോലെ തന്നെ നമ്മൾ ഇനി വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ഇവിടെ നമുക്ക് സൈൻ അപ്പ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വാട്സപ്പ് ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡാറ്റ, അപ്പോൾ വാട്സപ്പ് ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ നമ്മൾക്ക് എനേബിൾ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ വീഡിയോകൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോകളിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മൾ ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യണത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഷെയറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇമെയിൽ സെറ്റിങ്സ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ഇമെയിലൊക്കെ നമുക്ക് ഓൾറെഡി ടാലി പ്രൈം 3.01 ഉണ്ടായിരുന്നു. പക്ഷേ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് CC അതേപോലെ തന്നെ BCC ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇമെയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഷോ മോർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാതും നമുക്ക് ഇവിടെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് പ്രിൻ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ പ്രിൻ്റ് എടുക്കാം. ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡേ ബുക്കിൻ്റെ പ്രിൻ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ നമ്മുടെ ഡേ ബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതേഴ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിവ്യൂ ആണ് നോക്കണമെങ്കിൽ പ്രിവ്യൂ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് F4 ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പ്രിവ്യൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ടാലി പ്രൈം 4 വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡാഷ്ബോർഡാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഗേറ്റ് ഓഫ് ടാലിയിൽ തന്നെയാണ് ഇവിടെ ഡാഷ്ബോർഡ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണ്ടു എല്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണും. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരൊറ്റ വിൻഡോയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് സെയിൽസിൻ്റെ എടുത്തിട്ടുണ്ട്, പർച്ചേസ് ഉണ്ട്, ക്യാഷ് ഇൻഫ്ലോ, അതേപോലെ തന്നെ ട്രേഡിംഗ് ഡീറ്റെയിൽസ്, അസറ്റ് ലയബിലിറ്റി, അക്കൗണ്ടിങ് റേഷ്യോസ്, അതേപോലെ തന്നെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്സ്, ഇൻവെൻ്ററി ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വൈസ് കാണുന്നതുകൊണ്ട് നമുക്ക് ഓരോ മന്തിലും എത്രയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് ജൂണിലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇത്രയാണ്, ഏപ്രിലാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈയിലാണ് കിടക്കുന്നത്. അതേപോലെ പർച്ചേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് സെപ്റ്റംബറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് സെപ്റ്റംബറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഇപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെ നമുക്ക് എല്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. അതാണ് ഇങ്ങനെ ഓരോ ടൈലുകളായിട്ട്, അതായത് ഓരോ കട്ടകളായിട്ടാണ് നമുക്ക് കിടക്കുന്നത്.
ഇനിയിപ്പോൾ ഇതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീരീഡ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പീരീഡിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഓരോന്നിനും വേണ്ടിയിട്ടുള്ള പീരീഡ് ആണെങ്കിൽ നമുക്കിവിടെ പീരീഡ് കൊടുക്കാം. എല്ലാത്തിൻ്റെ പീരീഡ് നമുക്ക് മാറ്റണമെങ്കിൽ ഓൾ ടൈൽസിൻ്റെയും പീരീഡ് മാറ്റണമെങ്കിൽ ഇവിടെ കൺട്രോൾ F2 അടിച്ചിട്ട് നമുക്ക് പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ല ഒന്നിൻ്റെ മാത്രമാണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ പീരീഡ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്താലും ഈ ഫീച്ചേഴ്സും ഒക്കെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് കമ്പനി സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഏത് കമ്പനിയാണ് വേണ്ടത് വെച്ചെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഈ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ, ഈ ഒരു കമ്പനിയുടെ ഈ ടൈൽസ് ഡീറ്റെയിൽസ് ആയിട്ടാണ് നമുക്കിവിടെ കാണിക്കുക. അപ്പോൾ ഏതൊരു കമ്പനി സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റും. രണ്ട് കമ്പനികളുടെ ഡാറ്റകൾ തമ്മിൽ നമ്മൾക്ക് കമ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് ഇവിടെ ടൈലുകളുടെ ഡീറ്റെയിൽസ്, ഒരുപാട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു ടൈല് നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മൾക്ക് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഇൻവെൻറ്ററി ഡീറ്റെയിൽസ് വേണ്ട ഇതിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ടൈലിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് Alt D അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റിമൂവ് ടൈൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കും യെസ് ഓർ നോ. അപ്പോൾ നമ്മളിവിടെ യെസ് കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഇതിൽ നിന്ന് എന്താണ് ഇൻവെൻറ്ററി ടൈൽ നമുക്ക് പോയിട്ടുണ്ട്. കാരണം അതിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, നമുക്കത് നോക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ട് കളയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു ടൈല് നമുക്ക് ആഡ് ചെയ്യാണ് വേണ്ടതെന്ന് വിചാരിക്കുക. ആഡ് ടൈലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും ടൈലുകൾ നമുക്ക് കിട്ടും. അക്കൗണ്ടിങ്ങിൻ്റെ അവിടെയാണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ഡീറ്റെയിൽസ്, അക്കൗണ്ടിങ് റേഷ്യോസ്, അസറ്റ് ലയബിലിറ്റി, റിസീവബിൾ ആൻഡ് പേയബിൾസ്, ഗ്രോസ് പ്രോഫിറ്റ് ട്രെൻഡ്, നെറ്റ് പ്രോഫിറ്റ് ട്രെൻഡ്, പർച്ചേസ് ട്രെൻഡ്, ഇങ്ങനെ എല്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. ഇതിന് ഏതാ വേണ്ടതെങ്കിൽ നമുക്ക് എടുക്കാം. അതേപോലെ നമുക്ക് ഇൻവെൻറ്ററി ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻവെൻറ്ററി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും ഇൻവെൻറ്ററി ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് കാറ്റഗറിയുടെ, സ്റ്റോക്ക് ഐറ്റം എല്ലാറ്റിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും. അതേപോലെ നമുക്കിവിടെ സ്റ്റാറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. GST റീകൺസിലിയേഷൻ, പെൻഡിങ് ആക്ഷൻസ്, GST ലയബിലിറ്റി, ITC, ഇതെല്ലാം നമുക്ക് ഈ ഒരൊറ്റ വിൻഡോയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. കാരണം ഇത് നോക്കാൻ വേണ്ടി നമ്മൾ വേറെ എവിടേക്കും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ബാങ്കിൻ്റെ ബാങ്ക് ഓർ ക്യാഷിൻ്റെത്, ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്സ്, അപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ വിൻഡോയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഈ ഡാഷ്ബോർഡ് പറയുന്നത് വളരെ ഇഫക്റ്റീവാണ്. നമുക്ക് റിപ്പോർട്ടുകൾ നമുക്ക് ഒരുപാട് സ്പീഡിൽ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മൾക്ക് വീണ്ടും നമ്മളെ ഇൻവെൻറ്ററി ടൈല് നമ്മൾ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഇൻവെൻറ്ററി ഡീറ്റെയിൽസിൻ്റെ അവിടെ നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഇൻവെൻറ്ററി ഡീറ്റെയിൽസിൻ്റെ ടൈല് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ടൈൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ആയിട്ടുള്ള കാണിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് വേണോ, ഔട്ട്വേർഡ്സ് വേണോ, ഇൻവേർഡ്സ് വേണോ, ഇങ്ങനെയുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എവിടെയാണോ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. അതേപോലെ നമുക്കിവിടെ കോൺഫിഗർ ടൈലുണ്ട്. നമ്മളിവിടെ കോൺഫിഗർ ടൈൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇൻവെൻറ്ററി ഡീറ്റെയിൽസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കിട്ടും. ഇൻവെൻറ്ററി ഡീറ്റെയിൽസിനെ സംബന്ധിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടും. ഇവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് വേണോ, പ്രൈമറി വേണോ, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ വേണോ, ക്ലോസിംഗ് സ്റ്റോക്ക് വേണോ, എങ്ങനെയാണ് വേണ്ടത്, നമുക്ക് ഡാറ്റ നമുക്ക് എങ്ങനെയാണ് വേണ്ടത്, ഡാറ്റ ഓൺലി വേണോ, ഗ്രാഫായിട്ട് വേണോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ നമുക്ക് ഡാറ്റ ആൻഡ് ഗ്രാഫാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ആൻഡ് ഗ്രാഫ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബാറായിട്ടാണോ വേണ്ടത്, ലൈനായിട്ടോ വേണ്ടത്? ഇപ്പോൾ നമുക്ക് ബാറായിട്ടോ വേണ്ടതെങ്കിൽ നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് ഇങ്ങനെ ബാറായിട്ടാണ് ഇൻവെൻറ്ററി ഡീറ്റെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ അങ്ങനെ കിട്ടുക. ഇനി ഇതേപോലെ നമുക്ക് സെയിൽസിൻ്റെ അവിടെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾക്ക് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ സെയിൽസ് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് സെയിൽസ് ആണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെയിൽസിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കോൺഫിഗർ ടൈൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് സെയിൽസിൻ്റെ ട്രെൻഡാണ് വരിക. സെയിൽസ് എടുത്തു. നമുക്ക് എങ്ങനെയാണ് കാണേണ്ടത്, മന്ത്ലി കാണണോ, ഇയർലി കാണണോ, ക്വാർട്ടർലി കാണണോ, ഗ്രാഫ് മാത്രമായിട്ട് മതിയോ, അതോ ഡാറ്റ ആൻഡ് ഗ്രാഫ് വേണോ? അപ്പോൾ ഡാറ്റ ആൻഡ് ഗ്രാഫ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ലൈന് വേണോ, ബാർ വേണോ? അപ്പോൾ ബാറാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടു ബാറായിട്ട് നമുക്കങ്ങനെ കാണും. അപ്പോൾ ഏത് മാസത്തെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളതെന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു
ഇവിടെ വെച്ചിട്ട് നമ്മൾ F12 പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈൽസിനെ നമുക്ക് വെർട്ടിക്കൽ ഫോമാറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ അങ്ങനെ കിട്ടും. ഓരോന്ന് പർച്ചേസ് റെൻ്റ് ഇതിൻ്റെ അടിയിലായിട്ട് ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് പഴയ രീതിയിലേക്ക് തന്നെയാണ് പോകേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി F12 പഠിക്കുക. ഇവിടെ നമ്മൾ നോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള പഴയ മോഡലിലേക്ക് തന്നെ നമുക്ക് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് നമ്മൾക്ക് സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ സേവ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സേവ് വ്യൂ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എന്താണ് പേര് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഞാൻ റിപ്പോർട്ട്സ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട്സ് ഉണ്ട്, അത് അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും സെറ്റ് ദിസ് ആസ് ഡിഫോൾട്ട് വ്യൂ ഫോർ ദ പ്രിൻറ്റ്. നമുക്കിവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ആയിട്ട് ഇവിടെ കാണിക്കും. എന്തെങ്കിലും അഡീഷണൽ കോൺഫിഗറേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗോ ടൂവിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഗോ ടൂവിൽ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും സേവ്ഡ് വ്യൂസ് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബില്ല് റിസീവ്ഡ്. ഇവിടെ നമുക്ക് റിപ്പോർട്ട്സ് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ആ ഡാഷ്ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അത് പല പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട്സുകൾ അറിയാൻ പറ്റും. ഗ്രാഫിക്കലായിട്ട് അറിയാൻ പറ്റും. ഗ്രാഫിക്കലിൽ തന്നെ നമുക്ക് ബാർ വേണോ ലൈന് വേണോ, ഏത് മന്തിലാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്, ഇപ്പോൾ അസറ്റിൻ്റെ ലയബിലിറ്റീൻ്റെ, അതേപോലെ ടോപ്പ് ഗ്രാഫ്സ്, അതേപോലെ ടോപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ലെഡ്ജേഴ്സ്, അക്കൗണ്ടിങ് റേഷ്യോസ്, റിസീവബിൾസ് ആൻഡ് പേയബിൾസ്, ക്യാഷ് ഇൻ ആൻഡ് ഔട്ട് ഫ്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊന്ന് അറിയാൻ പറ്റും. അതേപോലെ നമുക്ക് ചേഞ്ച് വ്യൂ, ഇത് വെർട്ടിക്കലും ഇത് നമ്മൾക്ക് ഹൊറിസോണ്ടലിലാണ് കാണുന്നെങ്കിൽ ആ ഒരു രീതിയിൽ കാണാൻ പറ്റും. നമുക്കൊരു ടൈൽ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കോൺഫിഗർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതേപോലെ ഒരു ടൈലാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഡാഷ്ബോർഡ്, അപ്പോൾ ടാലി പ്രൈം 4ലെ ഡാഷ്ബോർഡ് പറയുന്നത് എന്താണ്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ നമ്മൾക്ക് പറയാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഡ്വാൻസായി ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.